Hello everyone. So, നമ്മുടെ LP ലെവലിലെ ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് 4 എന്ന് പറയുന്നത്. സോ ക്ലാസ് 4ലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയാനാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും ഇപ്പോൾ ചാപ്റ്റർ 1 ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞാൽ എൻ്റെ മക്കളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു എക്സാമാണ്, നമ്മുടെ ഓണം എക്സാം. സോ ഒരു ഓണ പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രയൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് മിസ് പറയാൻ പോകുന്നത്. അപ്പം മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും എത്തിക്കുക. കാരണം ഓണ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു അംബീഷൻ ആണ് അല്ലേ. അപ്പം മക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ കാര്യം കൂടി മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് 4ൽ 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്: മലയാളം, ഇംഗ്ലീഷ്, EVS ആൻഡ് മാത്സ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ക്ലിയർ ചെയ്യണം. സോ ആദ്യം നമ്മുടെ മലയാളം നോക്കുകയാണെങ്കിൽ അമൃതം, ഹരിതം, മഹിതം ഈ യൂണിറ്റിൽ നിന്നുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മലയാളത്തിൽ നിന്നുണ്ടായിരിക്കുക. ഇനി ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ദ സീഡ് ഓഫ് ട്രൂത്ത്, പേപ്പർ ബോട്ട് ഈ 2 യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് EVS നോക്കുകയാണെങ്കിൽ പരിസര പഠനത്തിൽ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്, വയലും വനവും ഇപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ദ ലീഫ് ഹാസ് ടു സേ, ഇലയ്ക്കുമുണ്ട് പറയാൻ. ദ റോഡ് ടു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിലേക്ക്. വണ്ടർ വേൾഡ്സ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൗതുക ലോകം. ഈ 4 ചാപ്റ്റേഴ്സും നിങ്ങൾ EVSൽ പഠിക്കണം. കാരണം ഈ ഒരു 4 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ മാത്സ് ഗണിതം നോക്കുകയാണെങ്കിൽ എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ്, 4 അക്ക സംഖ്യകൾക്കൊപ്പം. വീൽ ഓഫ് ടൈം, സമയചക്രം. ജോയിനിങ് തൗസൻഡ്സ്, ആയിരങ്ങൾ ചേരുമ്പോൾ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് മാത്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. സോ കൂടുതലായിട്ടുള്ള നമ്മുടെ EVS ആണ് അല്ലേ. EVSൽ 4 ചാപ്റ്റേഴ്സ് എൻ്റെ മക്കൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. അപ്പോൾ വെറും 2 മാസമുള്ളൂ. ഈ 2 മാസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കും എന്നായിരിക്കും എൻ്റെ മക്കൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. സോ നിങ്ങൾ ആരും ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 80% കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അതായത് ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇനി ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ അത് നമ്മുടെ മാരത്തോൺ ലൈവ് ക്ലാസ്സസിൽ ഉണ്ടായിരിക്കും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 4 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ടുള്ള മക്കളുണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ് 4 ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ എക്സാമിനർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആയിക്കോട്ടെ, എക്സ്ട്രാ വീഡിയോസ് ആയിക്കോട്ടെ, ഇതെല്ലാം കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടണം. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഈ ഒരു കുറച്ച് സമയം എൻ്റെ മക്കളെല്ലാവരും എക്സാമിനറിനൊപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ് ടോപ്പർ ആവാൻ പറ്റും. നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ നിങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളെല്ലാവരും ഓണപരീക്ഷയിൽ എക്സാമിനറിനൊപ്പം പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, യെസ് റെഡി ആണെന്ന് പറയാം. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്, ഒരു ലക്ഷ്യമാണ്, ഓണപരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അതുകൂടാതെ തന്നെ ഓണം നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഓണത്തിന് എൻ്റെ മക്കൾക്ക് 10 ദിവസം ലീവൊക്കെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു ലീവൊക്കെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓണപരീക്ഷ നല്ല ഈസി ആയിട്ട് നമ്മൾ എഴുതണം. സോ നിങ്ങളുടെ ഈ ഒരു ഓണപരീക്ഷ നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. സോ ലൈവ് ക്ലാസ്സസ് ഒക്കെ മക്കളെല്ലാവരും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഓണപരീക്ഷയിൽ വിചാരിച്ച പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്തിരിക്കും.